എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇടിഞ്ചക്ക ബജിയാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. ഇടിഞ്ചക്കയാണ്, കടച്ചക്ക അല്ല കേട്ടോ. ഇതിപ്പോൾ പ്ലാവിലൊക്കെ ഇപ്പോൾ ഉണ്ടായി വരുന്ന ചക്കയാണിത്. ഇതുകൊണ്ട് ബജി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നമ്മുടെ ഇടിഞ്ചക്കൊക്കെ നല്ലപോലെ തൊലി ആ മുള്ള് മാത്രം ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ വലുതാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ കൂനൊക്കെ അരിഞ്ഞ് മാറ്റണം. ഇതാണ് അതിൻ്റെ കൂന്. ചക്ക ഇട്ട് വെച്ചാൽ അന്ന് തന്നെ ചെയ്യണത് ഒന്നും കൂടി നല്ല, അല്ലെങ്കിൽ അതിൻ്റെ കറൊക്കെ ഇതുപോലെ കളറ് വരും. എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ചക്ക വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അതിന് വേണ്ടി കടലപ്പൊടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. മാവ് തയ്യാറാക്കാൻ 3/4 ബൗൾ അരിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് കായപ്പൊടി. നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. വെള്ളം കൂടരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാനേ പാടുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചുവന്ന കളറാണ് കലക്കി കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്കുള്ള മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ലൂസിലേ എടുക്കാൻ പാടുള്ളൂ. ഇത് പരുവത്തിലാക്കി നല്ലപോലെ ഒന്ന് കുഴച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് വെക്കുക. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനെ വറുത്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഓരോന്ന് ഇതിലിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ഇടിച്ചക്കയുടെ പീസും മാവിൽ ഇതുപോലെ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടിഞ്ചക്ക ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇടിയഞ്ചക്ക ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.